ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പൂച്ച ജീവിതത്തിലേക്ക് ക്യാറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6 മണിയാണ് കേട്ടോ. അപ്പോൾ അതാ എണീറ്റ് വന്നത് ഉടനെ തന്നെ ഇവിടെ കുറച്ച് പേരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെയാണ് കിടക്കുക കേട്ടോ. കുറിഞ്ഞി കൂട്ടിലാണ് കിടക്കുക. ബൊമ്മി ആ വർക്ക് ഏരിയയിലുണ്ടാവും, പക്ഷേ അവൾ ചാടിപ്പോരും കേട്ടോ. അതിന് ഗ്യാപ്പുണ്ട്. പിന്നെ ഉണ്ണിപ്പൂച്ചനെ ഞാൻ തുറന്നു വിട്ടതാണ്. അപ്പോൾ എന്താ അഹങ്കാരം കണ്ടോ? കുറിഞ്ഞിയുടെ ക്യാറ്റ് ഫുഡ് അവിടെ പകുതിയാക്കിയിട്ട് പോണ പോക്കുണ്ടോ? വേണ്ടാത്രേ. അവൾക്ക് ഈ മീൻ, ചിക്കൻ, മുട്ട ഇതിനോടൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ക്യാറ്റ് ഫുഡിനോടൊന്നും അത്ര താല്പര്യമില്ല. പിന്നെ എന്തിനാ ക്യാറ്റ് ഫുഡ് വാങ്ങുന്നത് വെച്ചാൽ നമ്മുടെ ഉണ്ണിപ്പൂച്ച ഉണ്ടല്ലോ, വയ്യാത്ത പൂച്ചക്കുട്ടി ഇതായിരിക്കുന്നുണ്ടോ, അവൾക്ക് ക്യാറ്റ് ഫുഡാണ് ഇഷ്ടം കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് അവൾ ആണെങ്കിൽ 1-2 പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങണത്. അപ്പോൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് മാത്രം. പിന്നെ ഇവരൊക്കെ എല്ലാവരും എല്ലാം കഴിക്കട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് പൂച്ച ഉണ്ടോ, ചമ്പിക്കുട്ടി, അവൾ ആരെങ്കിലൊക്കെ ബാക്കി വെച്ചിട്ട് പോണേന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കഴിക്കുക കേട്ടോ. കാരണം എല്ലാവരും ബാക്കി വെച്ചത് അവൾ തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവളെ ട്രാൻസ്ഫോമറിൽ കയറിയിട്ട് അവളുടെ വാലൊക്കെ പോയ പൂച്ചയാണ് കേട്ടോ. വാല് പോകുക മാത്രമല്ല, മുതൂത്തൊക്കെ വലിയ മുറിയൊക്കെ ആയിട്ട് പഴുത്ത് അളിഞ്ഞ് ഭഗവാനെ ആ സ്മെല്ലൊക്കെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വട്ടം അതിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ കേട്ടോ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, ബാക്കി വെച്ച ക്യാറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഇവരിങ്ങനെ കൊടുക്കുമ്പോൾ മുകളിലത്തെ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അന്തപുരത്തിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര്. അവരിനി തുറന്നു വിട്ടിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഉണ്ണിപ്പൂച്ചയുടെ അടുത്ത് ഞാൻ എന്താ അങ്ങനെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിപ്പൂച്ച കഴിക്കണ നോക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടില്ല. അവർ വാങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബൊമ്മിക്കുട്ടി ഇതേപോലെ ക്യാറ്റ് ഫുഡ് മതിയാക്കിയിട്ട് യോഗ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നേരത്താണ് അവിടെ ചെറിയ ചെറിയ കിളികൾ വരിക. അപ്പം അതിൽ തന്നെ ശ്രദ്ധ വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ യോഗ ചെയ്യുക. എന്നും ഈ സമയത്ത് പോയിട്ട് അവിടെ പോയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് മുകളിലത്തെ കുട്ടികളെ തുറന്നു വിടാം. അവർ ഭയങ്കര ബഹളമാണ് കേട്ടോ. എന്താണ് ഞങ്ങളെ ഒരു മൈൻഡില്ലാത്തതെന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ അടച്ചിടുവരെ രാവിലെ ഇതേപോലെ തുറന്നു വിടും കേട്ടോ. ഞാൻ വിചാരിക്കും രാത്രിയൊക്കെ തുറന്നു വിട്ടാലോ എന്നൊക്കെ വിചാരിക്കും. അവരങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഈ ട്രാൻസ്ഫോമറും വണ്ടികളും ഒക്കെ ആലോചിച്ചിട്ട് അങ്ങനെ അടച്ചിടുന്നതാണ് കേട്ടോ. ചെറിയ കുട്ടികളല്ലേ. ചെറിയ കുട്ടികൾ പറഞ്ഞതിൽ 4 മാസം, 5 മാസം, 6 മാസം, 7 മാസം, 8 മാസമായ കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്. പക്ഷെ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഒരുപോലെയാണെന്ന് മാത്രം. അപ്പോൾ അവർക്ക് ഇനി ക്യാറ്റ് ഫുഡ് കൊടുക്കട്ടെ. അത് കൊടുത്ത് പാലൊക്കെ കുടിച്ചിട്ട് വേണം, എന്നാലാണ് അവരൊന്ന് ശാന്തരാവുള്ളൂ കേട്ടോ. അത് വരെ ബഹളമാണ്. ഇതൊക്കെ നമ്മൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ രാവിലെ എണീറ്റത് എനിക്കിതാണ് കേട്ടോ ജോലി. അപ്പം ഞാൻ വിചാരിക്കും, ഓരോ ദിവസം രാത്രി കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, രാവിലെ എണീറ്റ് വന്നിട്ട് എൻ്റെ കുളിയും വിളക്ക് വെക്കലും എന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ തുറന്നു വിടുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് അപ്പോൾ എൻ്റെ തീരുമാനമൊക്കെ മാറും. എൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇവരുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഇവരുടെ ഫസ്റ്റ് ഞാൻ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ക്യാറ്റ് ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ കണ്ട അമ്മൂമ്മമാർ കടിക്കണ പോലെയൊക്കെ കടിക്കുന്നത് കേട്ടോ. ഇത് സുന്ദരി പൂച്ചയാണ് കേട്ടോ. പതുക്കെ അതിന് കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സ്പീഡിൽ കഴിക്കുമ്പോൾ അവൾ പതുക്കെ ആണ് കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ കിട്ടുമ്പോൾ കുറേശ്ശെ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവൾക്കൊന്നും കിട്ടില്ല. ഇതിൽ തകർപ്പൻ എന്താ വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് ചട്ടപ്പെട്ടേന്ന് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ പതുക്കെ സ്ലോ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്ലോ ആയ ആൾക്കാരെയൊക്കെ ഞാൻ പിന്നീട് കുറേശ്ശെ കൊടുക്കും കേട്ടോ. ഒറ്റയ്ക്കൊക്കെ പിടിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ രാവിലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സുഖമാണ് കേട്ടോ. രാവിലെ ആ നേരത്തെ അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു റിലാക്സിങ് മൊമെൻറ്റും കൂടിയാണ്. അപ്പോൾ അതാ ഇനി ഇവർക്ക് പാലൊക്കെ കൊടുത്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഒരുത്ത ഷീറ്റിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയണേ, ഇടാ വാ പാല് കുടിക്കുക, വാ നീ എന്താ അവിടെ പോയി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടുമ്പോൾ അവനും ഓടി വന്നു. അപ്പം ഇനി അടുത്ത പരിപാടി പാല് കൊടുക്കുക എന്നുള്ളതാണ്. അതാ നമ്മുടെ ഉണ്ണിപ്പൂച്ചയ്ക്ക് ഒരു അടി കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇവിടെയുള്ള പൂച്ചകളുണ്ട്. നമ്മുടെ ചമ്പിക്കുട്ടീനെ കാണിച്ചിരുന്നില്ലേ ഞാൻ നേരത്തെ, ട്രാൻസ്ഫോമറിൽ കയറുന്ന വാല് പോയ പൂച്ചക്കുട്ടി. അവൾക്ക് എല്ലാ പൂച്ചക്കുട്ടികളും ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണിപ്പൂച്ച ഈ താഴത്തിരിക്കുക കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. നീ എന്താ ഈ താഴത്തിരിക്കണത്, നിനക്ക് മുകളിലേക്ക് പോക്കൂടെ, കുട്ടികളൊക്കെ മുകളിലല്ലേ, നീ മാത്രം എന്താ ഇവിടെ ഇരിക്കണേ, ഞങ്ങൾ വലിയ ആൾക്കാരല്ലേ താഴത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. ചമ്പിക്കുട്ടി നമ്മളെ കണ്ണ് തെറ്റിയ ഉണ്ണിപ്പൂച്ചനെ അടിക്കും കേട്ടോ. അതാണ് ഇപ്പോൾ ഒരു വിഷമമായിരിക്കണം. അതിനാണെങ്കിൽ അടി കൊള്ളാനുള്ള ആരോഗ്യം കൂടി ഇല്ല.
അപ്പോൾ ഉണ്ണിപ്പൂച്ചയ്ക്കൊക്കെ സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് സുഖമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അവൾ ഫുഡൊക്കെ കഴിക്കും, നന്നായി ഉറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ അത്ര ആക്റ്റീവ് അല്ലാന്ന് കാരണം അവൾ ജന്മന അവൾക്ക് ഞരമ്പിൻ്റെ പ്രോബ്ലം കാരണമുണ്ട്. ഡോക്ടർ രക്ഷപ്പെടുമോന്ന് തന്നെ സംശയം പറഞ്ഞതാണ് കേട്ടോ. ഞാനപ്പോൾ ആ വീഡിയോ ഒക്കെ ഇതിൽ കിടക്കണ്ടേ, ഡോക്ടർ പറഞ്ഞതും എല്ലാം ഞാൻ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു കേട്ടോ. പക്ഷേ എന്തെങ്കിലും പൂച്ചകളൊക്കെ കാര്യമായിട്ട് പിടിച്ചൊന്ന് കുടഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണ്ട. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആളെന്നെ അടിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ മുകളിൽ പോയിട്ട് ഇത്തിരി നേരം അവിടെ ഇരുന്നില്ലേ, ആ ഇരുന്ന ഇരിപ്പിൽ നമ്മുടെ ചമ്പിക്കുട്ടി ഉണ്ണിപ്പൂച്ചനെ തല്ലിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് പൂച്ച കണ്ടോ, അതിനെ സമാധാനിപ്പിക്കാൻ കേട്ടോ, സാരില്ല, നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നിരുന്നൂടെ, നീ എന്തിനാ താഴ്ത്തിരിക്കണേ, ഞങ്ങളാരും നിന്നെ തല്ലൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമല്ലോ ഉണ്ണിപ്പൂച്ചയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഈ ബ്ലാക്ക്. പക്ഷെ ഞാൻ ഇവരെ കൂടെ ഇടാത്തെന്ന് പറയാം, ഇവരാരും ദ്രോഹിക്കൊന്നുമില്ല, പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കളിക്കുള്ളൂ. അപ്പോൾ ഇവരെ കൂടെ അത്ര കളിക്കാനുള്ള ആരോഗ്യം അതിനില്ലേ, അത് കാരണം കൊണ്ട് ഞാൻ ഇടണില്ല കേട്ടോ. താഴെ തന്നെ എനിക്ക് എപ്പോഴും പിന്നെ നോക്കും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ താഴെ തന്നെ അവളെ വളർത്താൻ കേട്ടോ. അപ്പോൾ ഇതാ പാലൊക്കെ റെഡിയാക്കി ഇതാ പാല് കൊടുക്കുകയാണ്. അപ്പോൾ പാലും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഇവരൊന്ന് സമാധാനത്തിലാവും കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ ആൾക്കാർക്കൊന്നും അത്ര താല്പര്യമില്ല. അവരൊക്കെ ചെറിയ കുട്ടിയിലൊക്കെ കുറേ കുടിച്ചതല്ലേ, അപ്പം അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർക്കിപ്പോൾ ഇഷ്ടം ചിക്കനും മീനൊക്കെ കൂട്ടി അതിങ്ങനെ യഥേഷ്ടം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടിക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തു വെച്ചാലും ബൊമ്മിക്കുട്ടി കുറച്ചാട്ടോ കുടിച്ചുള്ളൂ. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, നമ്മൾ കൊടുത്തോണ്ട് കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ചെറിയ കുട്ടികളായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ പാല് കുടിയൊക്കെ നിർത്തൂട്ടോ അവർക്കൊക്കെ വലിയ ആൾക്കാരായിട്ട് ഇനി പാല് കുടിക്കണൊക്കെ മോശമാണ് എന്നുള്ള ചിന്ത എന്നിട്ട് നിർത്താൻ തോന്നുന്നുണ്ട്. അപ്പം ഇതാ പാല് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുല്ല് തിന്നാൻ പോകണം കേട്ടോ, എന്നുള്ള പരിപാടിയാണ്. ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ പുല്ല് തിന്നും. അപ്പം ഇതാ കുറിഞ്ഞിക്ക് പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറിഞ്ഞി ഞാൻ കൂട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല, വേറൊരാൾ വന്നിട്ട് അവൾ പാല് കുടിക്കുന്ന സമയത്ത് അവളുടെ പ്ലേറ്റിൽ തല വെച്ചാൽ പിന്നെ അവൾ ആ പാല് കുടിക്കില്ല, കുറിഞ്ഞി തെറ്റും. പിന്നെ കുറിഞ്ഞിക്ക് വേണ്ട, ആ പാല് വേണ്ട അവൻ്റെ. അപ്പം അതിങ്ങനെ ആകുമ്പോൾ ആരും വരില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ കൂടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. 2 നേരം 3 നേരം എന്നല്ല അവൾ കഴിക്കണത്, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണം. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഒരു നോട്ടുണ്ട്, ആ നോട്ടത്തിൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം, എന്തെങ്കിലും ഫുഡ് വേണം എന്നാണ്. അപ്പം അതാ കുട്ടികൾ കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. കുറിഞ്ഞിയുടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ നല്ല ഭംഗിയാണ് കേട്ടോ. കുറിഞ്ഞി കാണാൻ തന്നെ ഭയങ്കര സുന്ദരിയാണ്. അപ്പം എന്താണ് ആദ്യമായിട്ട് കൊടുക്കുന്ന പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അവൾ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. ടർക്കിഷ് അങ്കോറ എന്ന് പറയുന്ന കയറ്റാണത്. അപ്പം അവളുടെ കുട്ടികളൊക്കെയാണ് ബൊമ്മി. അപ്പം ഈ കളിക്കുന്നത് മൊത്തം അവളുടെ കുട്ടികളല്ല കേട്ടോ, അതൊക്കെ ചമ്പിക്കുട്ടിയുടെ കുഞ്ഞുമ്മ കുട്ടിയുടെ ഒക്കെ കുട്ടികൾ അതിലുണ്ട്. ബൊമ്മിയുടെ കുട്ടികളുണ്ട്. ബൊമ്മി ഒരു പ്രസവിച്ചുല്ലോ. അപ്പോൾ കുറിഞ്ഞിയുടെ കുട്ടികളാണ് കേട്ടോ ഏറ്റവും. കുറിഞ്ഞിയുടെ കുട്ടികളൊക്കെ കുറേ പേര് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരൊക്കെ നന്നായി നോക്കുന്നുണ്ട് കേട്ടോ പൂച്ചക്കുട്ടികളെ. അപ്പം ഞാൻ അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ പൂച്ചക്കുട്ടികളെ കൊടുക്കുക എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളവരുണ്ട് ഒരുപാട്, ഒരു പൂച്ചക്കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കണവരൊക്കെ ഒരുപാട് പേരുണ്ട്, നന്നായി നോക്കണവരുണ്ട്. അപ്പം നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട്, നോക്കാത്തവരുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു, നമുക്കിത് ഒരുപാടാവുമ്പോൾ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൂച്ചക്കുട്ടികളെ വേണ്ടവർ തരാട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും ആഗ്രഹം കൊണ്ടുപോകണവർ നന്നായിട്ട് നോക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നമ്മൾ നമ്മുടെ മക്കളെ പോലെ നോക്കി വളർത്തണതാണ്. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് പോയിട്ട് കുട്ടികളെ കണ്ടിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഇവർക്ക് ഇപ്പോൾ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ പോയി നോക്കുക. അപ്പം ഞാൻ പകലൊക്കെ കുഞ്ഞിൻ്റെ കൂടി ഇങ്ങനെ തുറന്നിടും കേട്ടോ. രാത്രി ഞാൻ അവളെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അടച്ചിടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് പിടിക്കാനൊക്കെ വന്നാലോ വിചാരിച്ചിട്ടേ. അപ്പം ഇതാ 2 പഞ്ഞി കുഞ്ഞുങ്ങളെ ഉണ്ടോ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. ഇത് ആൺകുട്ടിയാണ്, നല്ല ഗുണ്ടപ്പൻ പുച്ചോളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ കുറിഞ്ഞി 8-9 പ്രസവമൊക്കെ പ്രസവിച്ചു പറഞ്ഞിട്ട് കല്യാളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്, പെറ്റ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവൾക്ക് വേണ്ട ടോണിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അത് കാരണം കൊണ്ടാണ് അവളിങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. സിങ്കോവിറ്റ് എന്ന് പറഞ്ഞൊരു ടോണിക് ഉണ്ട്, അതിങ്ങനെ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പാണ്, പിന്നെ നല്ലോണം തടിക്കും ചെയ്യും കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ. അത് കാരണം ഈ തവണ ഞാനത് വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ തവണ അവൾക്ക് വലിയ ക്ഷീണമില്ല, അത് കാരണം ഞാൻ ടോണിക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ.
ക്ഷീണമാവുകയാണെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ നായക്കുട്ടിക്ക് അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞത് നമ്മുടെ നായക്കുട്ടിക്ക് കുറച്ച് പാലും കുറച്ച് ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ ഇന്ന് നായക്കുട്ടി വരും കേട്ടോ. നായക്കുട്ടി ഇഡ്ഡലിയും ദോശയും കഴിക്കില്ല. ദോശ കഴിക്കും ചിലപ്പോൾ, കുറേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ മുരിച്ചു കൊടുത്താൽ കഴിക്കും, അല്ലെങ്കിൽ ദോശ കഴിക്കില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള സ്നാക്സൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കും രാവിലെ. ഉച്ചയ്ക്ക് ചോറും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളയപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അച്ചുവിന് കോളേജൊക്കെ തുടങ്ങി, ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അച്ചു. ഒറ്റപ്പാല NSS കോളേജിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പം നമ്മൾ കട്ട ചട്നി കരച്ചത് കൂട്ടി കഴിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരാൾ കണ്ടോ, ചെറിയ കുട്ടികളെ പാലൊക്കെ ഒഴിച്ചിട്ട് അത്ര വെള്ളയപ്പം കഴിക്കണത്, ചട്നി വേണ്ട അത്ര. പാലൊഴിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിക്കാൻ ഭയങ്കര സ്വാദാണ് എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ആളെങ്ങനെയാണ് കേട്ടോ, വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്ക് കറിയൊന്നും വേണ്ട, പാലുണ്ടോ ചോദിക്കും. അപ്പോൾ പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്, ഭയങ്കര സ്വാദാണ്, കഴിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ വെള്ളയപ്പത്തിൽ ഈസ്റ്റൊന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അരി വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ ഒരു നാളികേരം പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാര കലക്കി വയ്ക്കും. എന്നിട്ട് പച്ചരിയും പിന്നെ കുറച്ച് തേങ്ങയും ഒരു മുറി തേങ്ങയും ഒരു പിടി ചോറും പിന്നെ നമ്മൾ ഈ പഞ്ചസാര കലക്കി വെച്ച് നാളികേര വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഈസ്റ്റ് ഒന്നും ഇവിടെ ചേർക്കാറുമില്ല, എനിക്കിഷ്ടമില്ല കേട്ടോ. ഈസ്റ്റിൻ്റെ ആ ഫ്ലേവറൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതാ അച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ്റെ നിന്ന് ഓരോ പാലൊക്കെ ചേർത്ത് വെള്ളയപ്പൊക്കെ രണ്ടുപേരും വാങ്ങി കഴിച്ചിട്ട് അച്ചു ഇതാ പോവുകയാണ്. അപ്പോൾ 8:30 ബസ് വരും കേട്ടോ. നേരെ ഒറ്റപ്പാലം പോയിട്ട് ഇറങ്ങുക. അപ്പോൾ അതൊരു സൗകര്യമായി. കഴിഞ്ഞ കൊല്ലം നമുക്ക് ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ബാബേട്ട കൊണ്ടാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊല്ലം ബസ്സുണ്ട്, റോഡൊക്കെ നന്നാക്കിയ കാരണം കൊണ്ട് ബസ് വന്ന കാരണം കൊണ്ട് സുഖമായി. രാവിലെയും വൈകുന്നേരം ആ ബസ്സിൽ തന്നെ പോവും വരും ചെയ്യാം കേട്ടോ. അപ്പം അച്ചുവിന് വേറെ കോഴ്സിനൊക്കെ ചേർത്താൻ കേട്ടോ. ഡിഗ്രിക്ക് ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയാണല്ലോ അപ്പോൾ വേറെ കോഴ്സിനൊക്കെ ചേർത്താന്ന് വെച്ചതാണ്. അപ്പോൾ അച്ചുവിന് വീട് വിട്ട് നിൽക്കാൻ ഭയങ്കര വിഷമം. അപ്പം എന്നാൽ കുറച്ചൊന്ന് ഡിഗ്രി അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ അച്ചു അങ്ങനെ പോവുകയാണ്. അപ്പം ഞാനും കഴിച്ചു. പിന്നെ അങ്ങനെ ചോറൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ ഞാനൊരു 11 മണിയാവാറാണ് സമയത്ത് മീൻ നേരാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തൊട്ടങ്ങും ബഹളം. സത്യം പറഞ്ഞാൽ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ 3-4 ആൾക്കാർ വേണം. കാരണം ഓരോ ഭാഗത്ത് ചെറിയ കുട്ടികളെയൊക്കെ ഞാൻ മുകളിൽ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ മീൻ ഞാൻ കവർ തുറക്ക് വേണ്ടു, ഫ്രിഡ്ജ് തുറക്ക് വേണ്ടു. അപ്പോഴേക്കും അവർ അറിയും കേട്ടോ. അവരറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. പിന്നെ അവർ പൂട്ടിയിടാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അതായത് വലിയ പൂച്ചോളയൊക്കെ പിടിച്ച് ഞാൻ പുറത്താക്കും കേട്ടോ. എന്നിട്ട് അവർ ചെയ്യുന്ന അക്രമങ്ങൾ കണ്ടില്ലേ, വന്ന് കയറിയിട്ട് ചോദിക്കും. അപ്പം ഞാനിതങ്ങനെ ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം അതിൻ്റെ തലയുണ്ടല്ലോ, ഇത് അയില ചെമ്പാനാണ് കേട്ടോ. അപ്പം മീനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ മീനും ഭയങ്കര വിലയാണ്, എത്ര വിലയായാലും നമുക്ക് വാങ്ങാതെയും പറ്റില്ല. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തലയൊക്കെ അവർക്ക് ഇങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 2-3 അയില മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് മുകളിലത്തെ കുട്ടികൾക്കും കൊണ്ടേ കൊടുത്തു. എന്താ വെച്ചാൽ അതൊന്ന് വേവിക്കോളൂ, അവരൊന്ന് സമാധാനത്തിൽ ഇരിക്കണ്ടേ. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ ചിക്കൻ പാർട്സ് ഒക്കെ വാങ്ങിക്കൂടെ. അപ്പം നമ്മളിപ്പോൾ ഈ 5 വർഷമായിട്ടോ അതൊക്കെ പൂച്ചക്കുട്ടികളെ വളർത്താനായിട്ട് നമ്മൾ ചിക്കൻ പാർട്സ് ഒക്കെ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചിക്കൻ പാർട്സ് കാണുമ്പോൾ തന്നെ എനിക്കത് ക്ലീൻ ചെയ്യുക, അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പാത്രത്തിലിട്ട് വേവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഇത്തിരി അറപ്പുള്ള ഒരു പരിപാടിയാണ്. അത് കാരണം ാണ് ചിക്കൻ പാർട്സ് വാങ്ങാത്തത് കേട്ടോ. പക്ഷെ അതൊക്കെയാണ് നല്ലത്, നമുക്കതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മുതലാവുക. അതുപോലെ മീനിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഉണ്ട്. കുറേ പേര് പൂച്ചകളെ വളർത്തുന്നവരൊക്കെ മീനിൻ്റെ വേസ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടെന്ന് ബാവേട്ടൻ പറയും. പക്ഷെ അതൊന്നും ഇവിടെ വാങ്ങില്ല കേട്ടോ. ഞാനിതൊന്നും കൂട്ടാത്ത കാരണം കൊണ്ട് എനിക്കിത് ഭയങ്കര അറപ്പുള്ള പരിപാടിയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയുള്ള മീനാകുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ വേവിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. പിന്നെ അവർക്കായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മീൻ വേവിക്കാനും ചോറെടുക്കാനും കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റത് ഈ പണ്ടം കുടലും അതൊന്നും എനിക്ക് കാണാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ വേവിച്ചു. എന്നിട്ട് ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വേവിച്ചു. എന്നിട്ട് ഇതാ കുഴച്ച് ചോറ് കൊടുക്കാനായിട്ട് എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാ കുട്ടികളെയൊക്കെ തുറന്നു വിട്ടു കേട്ടോ. തുറന്നു വിട്ടിട്ട് അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ആൾക്കാരൊക്കെ അവിടെ വർക്ക് ഏരിയയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അവിടെ കൊടുത്തിട്ട് വാതിലടച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിപ്പൂച്ചയ്ക്കൊക്കെ വേറെ കൊടുക്കണം കേട്ടോ. ഉണ്ണിപ്പൂച്ച, ബൊമ്മി, കുറിഞ്ഞി അങ്ങനെ 3 പേര് ഇവരുടെ കൂടി ഇരുന്ന് കഴിക്കില്ല കേട്ടോ. അവർക്കൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കണം. ഉണ്ണിപ്പൂച്ചയ്ക്ക് എന്താ വെച്ചാൽ ഉണ്ണിപ്പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ണിപ്പൂച്ചയ്ക്ക് ഒന്നും കിട്ടില്ല. അതിനങ്ങനെ ഒരു സാമർഥ്യമില്ലല്ലോ. അപ്പം അത് കാരണം അവളെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തി കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് കൊടുക്കണ പോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച്
കുറച്ച് ചോറും തോനെ മീനുമായിട്ട് വേണം ഉണ്ണിപ്പൂച്ചയ്ക്കൊക്കെ കൊടുക്കുക കേട്ടോ, എന്നാലേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ 2-3 വട്ടമൊക്കെ ചോറെടുത്ത് കുഴയ്ക്കും കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് ആ മീനിൻ്റെ ഒരു കുറച്ചും കൂടി തട്ടിയാൽ മതി, അവർ കഴിച്ചോളും. ചില ആൾക്കാർക്ക് ഇത് തോനെ മീൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങോട്ട് ബാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ കുറിഞ്ഞി ബൊമ്മി ഒക്കെ അങ്ങനെയാണ്. കുറിഞ്ഞി ബൊമ്മി ഉണ്ണിപ്പൂച്ചയ്ക്കും തോനെ മീൻ വേണം കേട്ടോ ചോറിനാണെങ്കിൽ. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു പിടി ചോറെടുത്തിട്ട് ഒരു അയിലേക്ക് കൂട്ടി 2 അയിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി 2 അയില എടുത്ത് കുഴച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർ കഴിക്കും കേട്ടോ. അപ്പം നമ്മുടെ നായക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നായക്കുട്ടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ ആളായിട്ടോ. നായക്കുട്ടിയല്ല, പട്ടിക്കുട്ടിയാണ്, വലുതായിരിക്കണു. അപ്പോൾ അതിന് ചോറ് കൊടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉച്ചവരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണത് എന്തിനാണെന്നറിയോ, ഈ മീൻ കൂട്ടിയിട്ടുള്ള ചോറ് കിട്ടല്ലോ. അപ്പോൾ അങ്ങനെ കുടന്ന് വയ്ക്കുമ്പോഴേക്കും ആള് വേഗം കഴിക്കും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് തുള്ളി കഴിച്ചിട്ട് ഒരു പോക്കാണ് കേട്ടോ. പിന്നെ ചിലപ്പോൾ എങ്ങാനും വൈകുന്നേരം വരുള്ളൂ, പിന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ വരുള്ളൂ കേട്ടോ. ഇവിടെ കിടക്കണമൊന്നുമില്ല. അപ്പോൾ എവിടെയാണ് ഈ നായക്കുട്ടി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ മില്ലുണ്ട്, ആ മില്ലിലാണ് തോന്നുന്നു കേട്ടോ. ഞാൻ 2-3 വട്ടം ആദ്യം വരുന്ന സമയത്ത് അവിടെ കിടക്കണുണ്ടോ കേട്ടോ. അപ്പോൾ ഇതാ ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണ കിടപ്പ് കണ്ടോ, ഉറങ്ങണം കേട്ടോ. ഉമ്മർത്ത് കിടന്നിട്ട് ഇവർക്ക് ഈ പൂച്ചക്കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവിടെ ആദ്യം ഉണ്ടായ പൂച്ചകളൊക്കെ കുറച്ച് വയലൻ്റായ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഉണ്ടാവുന്നവരൊക്കെ വെറും സാധുക്കളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികൾ വെറും ഭാവങ്ങൾ, ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ചെറിയ കുട്ടികളാണ് കേട്ടോ അതൊക്കെ. വലിയ പൂച്ചകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പേര് വന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് അവിടെ കിടക്കുമ്പോൾ എന്നെ കാണണം എന്ന് തോന്നും. എന്നിട്ട് വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ കുറച്ച് പേര് വന്നിട്ട് അടുക്കളയിൽ കുറച്ച് നേരം കിടക്കുക. അപ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ ഞാൻ മാറ്റി വിടുള്ളൂ കേട്ടോ, കാരണം ഇവരുടെ രോമം ഇങ്ങനെ കൊഴിയില്ലോ. പിന്നെ ചിലർ സോഫയിൽ പോയി കിടക്കും, കസേരയിൽ കിടക്കും, ദവിടെ കിടക്കും. ഇവിടെയാണ് അധികം കിടക്കുക, ഇവിടെ നല്ല തണുപ്പാണേ. അപ്പോൾ അവരവിടെ അങ്ങനെ കിടക്കട്ടെ. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് എൻ്റെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാ കൂട്ടാൻ വെക്കുകയാണ് കേട്ടോ. കൂട്ടാൻ വെച്ചിട്ട് വേണം എൻ്റെ അടുക്കളയൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് പോയിട്ട് ഒന്നും കൂടി ഒന്ന് മേലെ കഴുകണം. കാരണം ഉച്ച നേരത്തെ നമ്മൾ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ മീനൊക്കെ നേരാക്കിയതല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ 3 കുളി കുളിക്കും കേട്ടോ. രാവിലെ നേരത്തെ ഒരു കുളി കുളിക്കും, ഉച്ചയ്ക്കൊന്ന് മേല് കഴുകും, തല നനച്ചില്ലെങ്കിൽ മേല് കഴുകും കേട്ടോ. അപ്പം പിന്നെ വൈകുന്നേരം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ.